ഹായ്, മലയാളത്തിന്റെ വമ്പന്മാരായിട്ടുള്ള മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ചഭിനയിക്കുന്ന പാട്രിയറ്റ്. ഈ സിനിമയുടെ റിലീസ് ഏപ്രിൽ 23 നിന്ന് മെയ് 1 മാറ്റിവെച്ചു. അതായത് ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചു. ലാലേട്ടന്റെയും മമ്മൂക്കിയുടെയും സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ശരിക്കുള്ള കാരണം? നമ്മൾ വിചാരിച്ചിരുന്നത് GCCയിലെ പ്രശ്നങ്ങൾ അത് ഈ സിനിമയെയും ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരാഴ്ച മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് GCCയിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല എന്നുള്ളത് വ്യക്തമായി. ഇപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജനനായകൻ എന്ന വിജയ് സിനിമ ഏപ്രിൽ 24 തിയേറ്ററുകളിൽ എത്തും. അതുകൊണ്ടാണ് ഈ പറയുന്ന പാട്രിയറ്റ് എന്ന സിനിമ മാറ്റിവെച്ചത് എന്നുള്ളതാണ്. ജനനായകൻ ഒരു വലിയ സിനിമയാണ്, ഒരു വിജയ് സിനിമയാണ്. ഒരുപാട് ആൾക്കാർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. തീർച്ചയായും പാട്രിയോട്ടും വലിയ സിനിമ തന്നെയാണ്. ഈ രണ്ട് സിനിമകളും ഒരേ സമയത്ത് റിലീസായി കഴിഞ്ഞാൽ അത് രണ്ട് സിനിമകളെയും ബാധിക്കും. പ്രത്യേകിച്ച് പാട്രിയോട്ടിന്. കേരളത്തിൽ രണ്ട് സിനിമകൾക്കും വമ്പൻ കളക്ഷൻ ആദ്യ ദിവസം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലെ അവസ്ഥ അതാവില്ല. പാട്രിയോട്ടിന് അവിടെ താഴ്ന്നു കൊടുക്കേണ്ടി വരും. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സിനിമ മാറ്റിവെച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ മെയ് 1 പാട്രിയറ്റിന്റെ റിലീസിംഗ് മാറ്റിയിരിക്കുന്നത്. അതൊരു വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് കളക്ഷൻ അത് കുറവായിരിക്കും. സാധാരണ സിനിമകളെ സംബന്ധിച്ച് അതൊരു വിഷയമുള്ള കാര്യമല്ല. പക്ഷെ വമ്പൻ സിനിമകളെ സംബന്ധിച്ച് അത് വലിയ വിഷയം തന്നെയാണ്. റെക്കോർഡുകൾ തിരുത്തി കുറിക്കും എന്ന് ഉറപ്പിച്ചു തന്നെയാണ് പാട്രിയോട്ട് തിയേറ്ററുകളിലേക്ക് വരുന്നത്. ഇവിടെ സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുമ്പോൾ അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കും. ഇപ്പോൾ വീക്കെൻഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയാണ്. 175 കോടി രൂപ. ആ സിനിമയ്ക്ക് 4 ദിവസമാണ് ആദ്യ വീക്കെൻഡിൽ കിട്ടിയിരുന്നത്. അതുകൊണ്ടാണ് അത്രയും വലിയ കളക്ഷൻ ആ സിനിമയ്ക്ക് വന്നത്. ആട് 3 ഈ വർഷം ഇറങ്ങിയ ആട് 3 82 കോടിയാണ് വീക്കെൻഡ് കളക്ഷനായി നേടിയെടുത്തത്. ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ കിട്ടുന്ന രണ്ടാമത്തെ സിനിമ അത് ആട് 3 ആണ്. ആട് 3ക്കും 4 ദിവസം ഉണ്ടായിരുന്നു. മൂന്നാം സ്ഥാനത്തുള്ള തുടരും 69 കോടിയാണ് നേടിയെടുത്തത്. പക്ഷെ തുടരും എന്ന സിനിമയ്ക്ക് 3 ദിവസം മാത്രമേ കിട്ടിയുള്ളൂ. അതായത് വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ റിലീസ്. തുടരും എന്ന സിനിമ വ്യാഴാഴ്ച റിലീസ് ചെയ്തിരുന്നു എങ്കിൽ, അതായത് വീക്കെൻഡിൽ 4 ദിവസം കിട്ടിയിരുന്നു എങ്കിൽ രണ്ടാം സ്ഥാനം തുടരും എന്ന സിനിമയ്ക്കായേനെ 90 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തേനെ കളക്ഷനായിട്ട് വീക്കെൻഡിൽ. ഇത് 3 ദിവസം കിട്ടിയതുകൊണ്ട് സിനിമയ്ക്ക് 69 കോടിയെ നേടാനായുള്ളൂ. ആടിന് 4 ദിവസം കിട്ടിയതുകൊണ്ട് ആടിന് 82 കോടി നേടാൻ സാധിച്ചു. ഇവിടെ പാട്രിയോട്ട് എന്ന സിനിമ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 ദിവസമേ കിട്ടുകയുള്ളൂ. ആദ്യ വീക്കെൻഡിൽ കളക്ഷനിൽ കാര്യമായ കുറവുണ്ടാവും. എന്തായാലും മലയാളത്തിന്റെ മഹാനടന്മാർ ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമ വലിയ വലിയ പരസ്യ തന്ത്രങ്ങളിലേക്ക് ഇപ്പോൾ പോവാൻ ഒരുങ്ങുകയാണ്. പേളിമാണി ഷോയിൽ മമ്മൂക്കിയും ലാലേട്ടനും ഒരുമിച്ചെത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പേളിമാണി തന്നെയാണ് അവരുടെ ഒഫീഷ്യൽ പേജ് വഴി അത് പുറത്തു പറഞ്ഞിരിക്കുന്നത്. മമ്മൂക്കിയും ലാലേട്ടനും അവരുടെ ഷോയിൽ വരുന്നു പാട്രിയോട്ടിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എന്നുള്ളതാണ്. തീർച്ചയായും അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ തന്നെയാണ് അത്തരമൊരു പരിപാടി. അതിൽ മമ്മൂക്കിയും ലാലേട്ടനും ഒരുമിച്ചെത്തുന്നു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. സിനിമയെ സംബന്ധിച്ചും പേളിമാണിയെ സംബന്ധിച്ചും അവരുടെ ചാനലിന്റെ റീച്ച് അത് വളരെ വലുതാണ് എന്ന് നമ്മൾക്കറിയാം. ഇവർ കൂടി ഒരുമിച്ചെത്തുമ്പോൾ അത് പിന്നെയും വളരുകയാണ്. അവരുടെ സന്തോഷം അവർ മറച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും മലയാളത്തിന്റെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന പാട്രിയോട്ട്, ഇവരെ കൂടാതെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, അങ്ങനെ വലിയ താരനിര ഒന്നിക്കുന്ന പാട്രിയോട്ട്. ഈ സിനിമ മെയ് 1 റിലീസ് ചെയ്യുന്നത്. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായി മാറട്ടെ. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ഈ സിനിമയിലൂടെ നമുക്ക് കിട്ടട്ടെ. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.